അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നമ്മുടെ പാർലമെന്റിന്റെ ഒരു നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ള ഒരു കമ്മീഷനാണ് നമ്മൾ ഈ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് പ്രകാരം 1993 മെയ് 17 നമ്മുടെ ഈ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് സ്ഥാപിതമാവുന്നത്. ഇതിന്റെ കമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെയർപേഴ്സൺ കാണും, ഒരു വൈസ് ചെയർപേഴ്സൺ, പിന്നെ 5 മെമ്പേഴ്സും കാണും. ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, 5 മെമ്പേഴ്സ്. ഇവരെല്ലാവരും നോമിനേറ്റ് ചെയ്യുന്ന ആര് തന്നെ? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് തന്നെ. ഇവരെല്ലാവരും റിമൂവ് ചെയ്യുന്നതും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് തന്നെ. ഇവരെല്ലാം രാജിക്കത്ത് കൊടുക്കേണ്ടതും ആർക്ക് തന്നെയാണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് തന്നെയാണ്. അപ്പോൾ 3 കാര്യം നമ്മൾ അതിലൂടെ തന്നെ പഠിച്ചു കഴിഞ്ഞു. 3 വർഷമായിരിക്കും ഇവരുടെ എല്ലാം കാലാവധി എന്ന് പറയുന്നത്. 3 വർഷമാണ് ഈ ഒരു കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മീഷനിലുള്ള ചെയർപേഴ്സണാണെങ്കിലും മെമ്പേഴ്സിനാണെന്നുണ്ടെങ്കിലും റിമൂവ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവർ എന്തിനാണ് റിമൂവ് ചെയ്യുന്നത്? ഒന്നുകിൽ ഇവർ ഇൻസോൾവൻ്റ് ആയി മാറുക, അല്ലെങ്കിൽ പാപ്പരായി മാറുക, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡായി മാറുക. പിന്നെ എന്താണ്? ഇവർ ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ഈ ഔദ്യോഗിക പദവി വഹിക്കുന്ന സമയത്ത് തന്നെ മറ്റെന്തെങ്കിലും ഒരു ആദായകരമായിട്ടുള്ള ജോലിയിൽ ഏർപ്പെടുക, അധികാര ദുർവിനിയോഗം നടത്തുക, പിന്നെ കോടതി തന്നെ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കുക. അപ്പോൾ ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെന്താണ്? ആ ഒരു പദവിയിൽ നിന്നും റിമൂവ് ചെയ്യാവുന്നതാണ്.